പാർട്ടി അണികളായ മുൻകാല സൈനികരുടെ നേതൃത്വത്തിൽ പരിശീലനങ്ങളും ഉപദേശങ്ങളും നൽകപ്പെട്ടു. കവുങ്ങൻ പാളിയാൽ ഒരുക്കിയെടുത്ത വാരിക്കുന്തം കൊണ്ടുള്ള പരിശീലനം ക്യാമ്പുകളിലെങ്ങും നടത്തപ്പെടുന്നു. ഒരു ക്യാമ്പിൽ തന്നെ 400ഓളം പ്രവർത്തകർ അന്നുണ്ടായിരുന്നു. പുന്നപ്രയിലെ 2 ക്യാമ്പുകളുടെയും കളർകോട്ടെ ഒരു ക്യാമ്പിൻ്റെയും മുഖ്യ ചുമതല അന്ന് സഖാവ് VS നായിരുന്നു. 1946 ഒക്ടോബർ 23 അന്ന് തിരുവിതാംകൂർ രാജാവിൻ്റെ ജന്മദിനം. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതനുസരിച്ച് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി ക്യാമ്പുകളിൽ നിന്നും പോലീസ് ക്യാമ്പുകളിലേക്ക് വോളണ്ടിയർമാർ ആയുധങ്ങളുമേന്തി പാഞ്ഞു ചെല്ലുന്നു. പക്ഷേ അന്ന് അറസ്റ്റ് വാറണ്ട് ഉണ്ടായിരുന്നതുകൊണ്ട് KV പത്രോസ് സഖാവ് VS നെ ഒരു വഞ്ചിയിൽ കയറ്റി കോട്ടയത്തേക്കും പണ്ട് ഒളിച്ചു താമസിച്ചിരുന്ന പൂഞ്ഞാറിലേക്ക് തന്നെ അദ്ദേഹത്തിനെ മാറ്റുന്നു. സമരം ഒരാഴ്ചയോളം നീണ്ടുനിന്നു. ഒക്ടോബർ 27 ആയപ്പോഴേക്കും പോലീസ് ക്യാമ്പിൽ പോലീസും വോളണ്ടിയർമാരും തമ്മിലുള്ള ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുന്നു. വോളണ്ടിയർമാർ SIയുടെ തലവെട്ടി 7-8 പോലീസുകാരെയും വധിച്ചു. പോലീസ് തിരിച്ചും 50ഓളം വോളണ്ടിയർമാരെ വെടിവെച്ച് വീഴ്ത്തി. കേരള ചരിത്രത്തിലെ ചോരയാൽ രചിക്കപ്പെട്ട പുന്നപ്ര വയലാർ സമരം CP രാമസ്വാമി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിത്തരിച്ചുപോയി. അറസ്റ്റ് വാറണ്ട് പരിഗണിച്ച് പൂഞ്ഞാറിലെത്തിയ VS നെ രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്ന് അവിടെ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. പാലാ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട VS നെ കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അന്നത്തെ SI ആയിരുന്ന ഇടിയൻ നാരായണപിള്ള 2 കാതും അടച്ച് ആദ്യം തന്നെ ശക്തമായി മർദ്ദിക്കുന്നു. പിന്നീട് കുരച്ചു നിർത്തി മുതുകത്ത് അതിക്രൂര മർദ്ദനം. സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷവും KV പത്രോസിനെയും EMS നെയും കൃഷ്ണപിള്ളയും അങ്ങനെ മറ്റു നേതാക്കളെയൊക്കെ ഉറ്റിക്കൊടുക്കുവാനുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ക്രൂരമായ മർദ്ദനങ്ങൾ തുടർന്നത്. VSന്റെ മൊഴിയിൽ നിന്നും ഉത്തരമൊന്നും ലഭിക്കാതെ വന്നപ്പോൾ മർദ്ദനമുറകളും അതിരൂക്ഷമായി. അന്ന് നട്ടെല്ലിന് ചവിട്ടുകെട്ടി മൂത്രതടസ്സം നേരിട്ട VS നെ കൂടെ ഉണ്ടായിരുന്നൊരു തടവുകാരൻ മോഷ്ടാവ് കോലപ്പനാണ് തടവി മൂത്രതടസ്സം മാറ്റിയത്. പിന്നീട് ജനലഴികളിൽ കാൽ കൂട്ടിക്കെട്ടി കണങ്കാലിൽ ലാത്ത് കൊണ്ട് അതിഘോരം മർദ്ദിക്കുന്നു. അസ്ഥികളിലൂടെ അരിച്ചു വരുന്ന വേദന സഹിച്ച് ബോധം മറയാറായപ്പോഴും തന്റെ സഖാക്കളെ ഒറ്റുകൊടുക്കുവാൻ VS തയ്യാറായില്ല. അർദ്ധബോധാവസ്ഥയിൽ എപ്പോഴോ തോക്കിന്റെ ബയണറ്റ് കാൽവെള്ളയിലേക്ക് തുളഞ്ഞു കയറുന്നത് അദ്ദേഹം അറിയുന്നു.